ഗൈസ്, ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആൻഡ് മോട്ടിവേഷൻ അല്ല, ഈ ഒരാഴ്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നു, അത് ഞാൻ വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സാരി കൊടുത്ത് റെഡിയായി വന്നിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ബാക്കിയുള്ള ഏത് ഡ്രസ്സിനെക്കാട്ടിലും ഏറ്റവും ഇഷ്ടം സാരി തന്നെയാണ്. അപ്പം നമുക്കിനി അടുത്ത ഒരുങ്ങാം. അങ്ങനെ നമ്മൾ സാരി കൊടുത്ത് നല്ല സൂപ്പറായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ കമ്മലാണ് ഇടാൻ പോകുന്നത്. ഇതാണ് കമ്മൽ. ഇത് ഞാനാണെങ്കിൽ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഉണ്ടാക്കിയ കമ്മൽ. നമുക്ക് ഇത് ഇടാം. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എന്താ പറയാ, കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ലൈഫ് സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം കടന്നുറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം എണീക്കുന്ന സമയം അതൊരു 3 മണിയൊക്കെ ആയി കാണും. ആ ഒരു സമയം എണീക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ തല പൊക്കാൻ വയ്യ, കണ്ണ് കാണുന്നില്ല, ആകെപ്പാട് പ്രശ്നം, എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് എണീറ്റ് ആ സമയം തൊട്ട് 6 മണി വരെ ഇരുന്ന് ആവി പിടിക്കുക. അതിനുശേഷമാണെങ്കിൽ ഒട്ടും എനിക്ക് വയ്യ. അങ്ങനെയാണ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് വണ്ടിയൊക്കെ വിളിച്ചു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ നോക്കിയപ്പം കാര്യം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ വീട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായി ബി.പി ലോ ആയെന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോൾ ബി.പി ലോ ആയ. എന്നിട്ട് പിന്നെ ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ മരുന്നൊക്കെ കഴിച്ച് ആകെപ്പാടെ ആ ഒരു എന്താ എണീറ്റ് നടക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചൊക്കെ കുറേ. എന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് കയറിയതും എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ഫീലിംഗ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഓർമ്മയില്ല, ഒരു കാര്യം ഓർമ്മയില്ല. മൈൻഡ് ഫുള്ള് ബ്ലാങ്ക്. എന്തോ ചെയ്യണമെന്നറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, എന്തോ ചെയ്യണമെന്നറിയാത്ത ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അതിനുശേഷം പിന്നെ ഒരാഴ്ച പിന്നെ പനിയും ബി.പിയുടെ മരുന്നും ഇതെല്ലാം കഴിച്ച് വായെല്ലാം കൂടി കഴിച്ച് ആകെപ്പാടെ ഭയങ്കര ദേഷ്യം, ഇറിറ്റേഷനൊക്കെ വന്നിരിക്കുന്ന സമയം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ചിന്തിക്കുക, എനിക്ക് എന്തോ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ കൗൺസിലിംഗ് ഇങ്ങനെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ തലയിലുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ ആ ബി.പി വന്നതിന് ശേഷം പിന്നെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനല്ലാതായിപ്പോയി. ഞാൻ വിചാരിക്കും പുതിയതായിട്ട് ജനിച്ചു എന്ന്. ആ ഒരു എനർജി, ആ ഒരു ഫീലിംഗ് എനിക്കൊന്നും ഓർമ്മയില്ല. ഒരു കുഞ്ഞു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ മാതിരി എന്തൊക്കെയോ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക്, എന്തോ ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഒരു പുതിയ എനർജി. അങ്ങനെ ആ എനർജിയിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ കാണുന്നുണ്ടായി. എന്താ പറയാ, നീയാണെങ്കിൽ തോറ്റുപോയടുത്ത് ദൈവം നിന്നെ ഉയർപ്പിക്കും എന്നുള്ള ഒരു തോട്ട്. അതിങ്ങനെ നോക്കി യൂട്യൂബിൽ ഇരിക്കുന്ന സമയത്താണ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് പിന്നോട്ട് ചിന്തിച്ച് നോക്കിയ സമയത്ത് പോലും ഒന്നും ഓർമ്മയില്ല. ഇപ്പോഴും എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ തന്നെ അതിശയിച്ചു പോവും, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത്രയും വീഡിയോ ഞാൻ എങ്ങനെയാ ഇട്ടേന്ന്. ആ ഒരവസ്ഥ നിൽക്കുക. ഇപ്പോഴും എനിക്ക് എന്താ അറിയത്തില്ല, ഫുള്ള് മൊത്തം പുതിയത്, വീട് പുതിയത്, കാണുന്നിടം പുതിയത്, എല്ലായിടം പുതിയത്, പുതിയ തിങ്സ്, പുതിയ എനർജി, പുതിയ കാര്യങ്ങൾ. എന്തോ ചെയ്യാന് മൈൻഡ് ഫുള്ളി ബ്ലാങ്കാ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു ലൈഫ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഉണ്ടാക്കിയ കമ്മലൊക്കെ ഞാൻ കാണുന്നത്. ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വരെ ഞാൻ വന്നു. കാരണം എനിക്കൊന്നും ഓർമ്മയില്ല. ഇങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാനിത് വന്ന് പറയാൻ കാരണം ഇത്രയും ദിവസം എനിക്ക് വീഡിയോ ഇടാനോ എനിക്ക് വീഡിയോ ഒക്കെ
ഇടണം, കാര്യങ്ങൾ പറയണം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ BP വന്നതിന് ശേഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അതാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാഞ്ഞത്. ഫുള്ള് ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും പല തോട്ട്സും ഒക്കെ ഇങ്ങനെ നമ്മുടെ അടുത്തായിട്ട് ഇങ്ങനെ എന്താ പറയുക സഞ്ചരിച്ച് വരുന്ന പോലെ തോന്നി. നീ തോറ്റുപോയിട്ടില്ല, നീ ഇനിയും വിജയിക്കും, നിന്നെ ദൈവം കൈവിട്ടിട്ടില്ല, ദൈവം നിന്നെ അമ്മയെ പോലെ ആശ്വസിപ്പിക്കും, അങ്ങനെ അങ്ങനെ കുറെ ദൈവവചനങ്ങളാണെങ്കിലും അല്ലാതെ കുറെ തോട്ട്സ് ആണെങ്കിലും ആ ഒരു സമയത്തൊക്കെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ആകാൻ വേണ്ടി ആരൊക്കെയോ എനിക്ക് വേണ്ടി മാത്രം എഴുതി വെച്ച തോട്ട്സ് പോലെ കുറേ തോട്ട്സ് എൻ്റെ അടുത്തോട്ട് വന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എന്താ പറയാ മറന്നുപോയി, ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ആ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് യാദൃശ്യമായിട്ടൊരു തോട്ട് കണ്ടു. അപ്പൊ ഞാൻ വേഗം അപ്പൊ എനിക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. പിന്നെ ഇതിനകത്ത് നിന്ന് എങ്ങനെ ഇറങ്ങണം എന്ന് ഞാൻ ഗവേഷണം ചെയ്ത് അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ ആ ഒരു പഴയ നെഗറ്റീവ് എനർജിയും എല്ലാം എൻ്റെ കൈവിട്ട് പോയി. ഇനി ആദ്യം തൊട്ട് തുടങ്ങണം. ആ ഒരു എനർജിയൊക്കെ ആ BP വന്ന സമയത്ത് ദയവായിട്ട് എടുത്ത് മാറ്റിയതായിരിക്കാം. പഴയ കാര്യം ഒന്നും എനിക്ക് ഓർമ്മേ ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് തോന്നിയത്. അതിൻ്റെ കൂടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എങ്ങനെയുണ്ട് ഗായ്സ്? എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.